ഞാൻ ചോദിച്ചത് പി വി അൻവറിനെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകൾ മാറുകയാണ് ഈ ദിവസം മുതൽ എന്ന് പറഞ്ഞാൽ അൻവറിന്റെ പേര് പോലും പറയേണ്ടതില്ല എന്നുള്ളതാണ് ആരുടെ തീരുമാനം? മുഖ്യമന്ത്രിയുടെ LDFിന്റെ തീരുമാനം. അൻവറിന്റെ കാര്യം മിണ്ടുകയേ വേണ്ട എന്നുള്ളതാണ് UDFിന്റെ തീരുമാനം. അപ്പം അൻവർ ഇനി എന്ത് പറഞ്ഞാലും ഈ രണ്ട് കൂട്ടരും മിണ്ടില്ല. അൻവറിന്റെ പ്രസക്തി അവിടെ നഷ്ടമാവുമോ? ഇവർ മിണ്ടാൻ വേണ്ടിയല്ലല്ലോ PV അൻവർ മത്സരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയല്ല മത്സരിക്കുന്നത്, അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം മത്സരിക്കുന്നത്. രണ്ട് കൂട്ടർക്കും PV അൻവറിനെ കുറിച്ച് മിണ്ടാൻ യോഗ്യതയുമില്ല, അർഹതയുമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും ആ സർക്കാരിന്റെ തെറ്റായ ചെയ്തികളെക്കുറിച്ചും അല്ലെങ്കിൽ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി അടിവരയിട്ട് പറഞ്ഞ് ആണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടത്. ആദ്യം മുന്നണിക്ക് അകത്തു നിന്നുകൊണ്ട് അദ്ദേഹം പോരാടി. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വന്യജീവി ആക്രമണം ഉൾപ്പെടെ അല്ലെങ്കിൽ പുതിയ വന നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോരാടി. മാത്രമല്ല, നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസനം, കാര്യക്ഷമമായ വികസനം നടത്താൻ സർക്കാരിന്റെ ഭാഗത്ത് സഹായം ലഭിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അങ്ങനെ പിണറായി വിജയനും അല്ലെങ്കിൽ LDFിന്റെയും പോക്ക് ഇഷ്ടപ്പെടാഞ്ഞ് അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം ഇറങ്ങി വന്നു. രാജിവെച്ച് ഇറങ്ങി വന്നത് UDFിന്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പിണറായി സ്വത്തിനെതിരെ പോരാടാൻ വേണ്ടി എല്ലാവർക്കും അറിയാം. അദ്ദേഹം പരസ്യമായി പറഞ്ഞു. അങ്ങനെ CPMനെ അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ആളിനെ കൂടെ ചേർത്ത് നിർത്തുവാനുള്ള ബുദ്ധി UDFിന്റെ സംസ്ഥാന നേതൃത്വം കാണിച്ചില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞ നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ UDFിന്റെ നേതാക്കന്മാർ ആരെങ്കിലുമൊക്കെ മറുചേരിയിൽ നിന്നും നമ്മളോടൊപ്പം വരാൻ ആഗ്രഹിച്ചാൽ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവരെ മുന്നണി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ സംഭവിച്ചത്? ശ്രീ പിണറായി വിജയന്റെ തെറ്റായ ചെയ്തികൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ശ്രീ PV അൻവർ, അദ്ദേഹം UDFിൽ ചിലർ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ ഒരു അപേക്ഷ എഴുത്താം, ചരിത്രത്തിൽ ആദ്യം തോന്നുന്നു അപേക്ഷ എഴുത്തരാൻ പറഞ്ഞു. അദ്ദേഹം അപേക്ഷ എഴുതി കൊടുത്തു, എന്നെ കൂടെ ഉൾപ്പെടുത്തണം. അതിനുശേഷം UDFിന്റെ നേതാക്കളെല്ലാം അദ്ദേഹം സന്ദർശിച്ചു, രാഷ്ട്രീയ സാധ്യതകളൊക്കെ പറഞ്ഞു. UDF യോഗത്തിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച നടന്നു. ശ്രീ PV അൻവറെ കൂടി UDFിൽ ഉൾപ്പെടുത്തുവാൻ, അസോസിയേറ്റ് മെമ്പറായി ഉൾപ്പെടുത്തുവാൻ അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെയും UDF ചെയർമാനും കൂടിയായ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്? അദ്ദേഹം മറന്നുപോയായിരിക്കും, ചിലപ്പോൾ ഓർമ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഓർമ്മയുടെ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക, അതുകൊണ്ടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അദ്ദേഹം ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തോട് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞില്ല, പറയേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹത്തെ മുന്നണിയുടെ ഭാഗമാക്കിയില്ല. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്ഥാനാർത്ഥി നിന്നാൽ ഇത് പിണറായിത്തെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്, വിജയസാധ്യത കുറവാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് പറയുന്നതിന് എന്താ കുഴപ്പം? UDFിന്റെ പുറത്തു നിൽക്കുന്ന ഒരു കക്ഷിക്ക് UDFിന്റെ കുറിച്ച് സ്ഥാനാർത്ഥിയെ കുറിച്ച് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. ഇന്ന് UDFിന് അകത്തു നിന്നുകൊണ്ട് UDFിനെ കുറിച്ച് പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടില്ല മുൻകാലങ്ങളിൽ. അങ്ങനെ K കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ വെല്ലുവിളിച്ചവരും ചീത്ത വിളിച്ചവരും ഒക്കെ ഇപ്പൊ UDFിനെ നയിക്കുന്നു, അതും മറക്കരുത്. അപ്പം PV അൻവർ എന്തോ വലിയ കുഴപ്പം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് തീർച്ചയായിട്ടും UDFും അല്ലെങ്കിൽ CPMന്റെ ആരെങ്കിലും തമ്മിലുള്ള അന്തർധാരയുടെ ഫലമാണോ എന്ന് അറിയില്ല. PV അൻവറിനെ തീർക്കണമെന്ന പിണറായി വിജയന്റെ ആഗ്രഹത്തിന് അതുകൊണ്ട് CPMന്റെയും അല്ലെങ്കിൽ LDFിന്റെയും LDFിന്റെയും UDFിന്റെയും ഔദാര്യം വേണ്ട. അവരാരും PV അൻവറിനെ കുറിച്ച് പറയണ്ട. അവിടുത്തെ ജനങ്ങൾ PV അൻവറിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ PV അൻവറിനെ കുറിച്ച് ചർച്ച ചെയ്തോളും. അതുകൊണ്ട് PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. രണ്ടിടത്തെ വഞ്ചന, CPMന്റെ വഞ്ചനയും കോൺഗ്രസിന്റെ വഞ്ചനയും UDFിന്റെ വഞ്ചനയും പ്രതിഷേധിച്ചു. അതായത് പിണറായി സത്തിനെതിരെയുള്ള പ്രതിഷേധവും അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഹന്തക്കെതിരെയുള്ള പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം ഇതിവിടെ പ്രിയപ്പെട്ട PV അൻവറിന് ഗുണകരമാകുമെന്ന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കൊരു ലക്ഷ്യം വേണ്ടേ? എവിടെയെങ്കിലും ഒരിടത്ത് പിടി, ഇത് പല വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ കൊണ്ട് എത്തിക്കാനാണ് PV അൻവർ? പോട്ടെ.